ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ചായക്കടിയുമായാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളിൽ നിന്ന് അരി നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു ഗ്ലാസ് ചോറും ഇട്ട് അരച്ചെടുത്തതാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സവാള കൊത്തി അരിഞ്ഞത്, ക്യാരറ്റ്, കരിവേപ്പില, പച്ചമുളക്, പിന്നെ നിങ്ങൾക്ക് പാകത്തിന് ഉപ്പും ഇടാം. ഇവിടെ മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മതി, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അരി ഇട്ടിട്ട് എടുത്തതാണ്. ഇത് അരിഞ്ഞു വെച്ചതെല്ലാം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഇതിലേക്കിട്ട് പാകത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. ഉണ്ടോ, ചോറ് ബാക്കി വരുന്ന ചോറുണ്ടെങ്കിൽ അതും ഇട്ട് കുറച്ച് അരി ഇട്ടാൽ മതി. ഞാനിപ്പോൾ 2 പിടി അരിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇട്ട് പച്ചരി കോവത്ത് നന്നായിട്ട് കോവുന്നതിന് ശേഷം അതിനെ കുറച്ച് 1 ഗ്ലാസ് ചോറും ഇട്ട് അരച്ചതാണ് ഈ മാവ്. ഇത് പുളിക്കാനോ അങ്ങനെ ഒന്നും വെക്കണ്ട. പിന്നെ വേണമെങ്കിൽ ഇതിൽ ശകലം ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഈസ്റ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ഒരു ചായക്കടിയാണ്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചു. ഇതിൽ എണ്ണയും ഒഴിച്ച്, എണ്ണ ചൂടാവട്ടെ. എണ്ണ ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവൊഴിക്കാം. ഇത് നമ്മൾ മുട്ട ഇടാതെയാണ്, മുട്ട സർക്കി എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ മുട്ട ഇടാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. മുട്ട ഇടാതെ ഉണ്ടാക്കാം. എല്ലാവർക്കും മുട്ട പിടിക്കണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ ആർക്കും മുട്ട അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേണ്ടോ നല്ല പൊന്തിച്ച് വന്നിട്ടുണ്ട്. നല്ല ഉള്ളി വരുന്നുണ്ട്. കുറച്ച് മാവ് ഒഴിച്ചാൽ മതി. തിന്നാനും നല്ല സോഫ്റ്റായിട്ടിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഒരു കറിയോ വേറെ ഒന്നും വേണ്ട, നല്ല രുചിയാണ്. ചായക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിന് കുറച്ച് മതിയാവും. ഇതിന് ചോറുണ്ടെങ്കിൽ ചോറിട്ട് ചെയ്യുന്നതാവും നല്ലത്. കൂടുതൽ ചോറ് ചേർക്കാം. കുറച്ച് അരിയും, വീട്ടിലൊക്കെ മിച്ചം വരാറുണ്ടല്ലോ ചോറൊക്കെ, ആ സമയത്തൊക്കെ നമുക്കിതൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. കണ്ടോ, നല്ല മുരത്തെ മുട്ടയില്ലാതെ വയ്ക്കുന്ന മുട്ട സർക്കിയാണ്.